ചായ ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റിലായിരിക്കും. ഉണ്ടാക്കുന്നത് പാലും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ കൂട്ടിയിട്ടാണെങ്കിലും പല നാട്ടിലും പല ടേസ്റ്റിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. കേരളത്തിലെ ടേസ്റ്റ് മറ്റൊന്നാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ വേറൊരു ടേസ്റ്റിലായിരിക്കും നമുക്ക് ചായ ലഭിക്കുന്നത്. അതുപോലെ കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പല രീതിയിലുള്ള ടേസ്റ്റുകളാണ്. ബാംഗ്ലൂരിലൊന്ന്, മംഗലാപുരത്തൊന്ന്, കൊടകിലൊന്ന്, ഇവിടെ മൈസൂരിൽ മറ്റൊന്ന്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മൈസൂർ ചായ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തോന്നാനുള്ള കാരണം നമ്മൾ 4 പേര് കേരളത്തിലേക്ക് പോകാനിടയായി. അപ്പോൾ അവിടെ പോയപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കടയിലേക്ക് കയറിയിട്ടായി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച മെനുവിൽ നിരവധി ചായയുടെ ഐറ്റംസാണുള്ളത്. നമ്മൾ കൗതുകം തോന്നിയത് മൈസൂർ ചായ എന്ന് കണ്ടപ്പോഴാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ മൈസൂർ ചായ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ 4 പേരും മൈസൂർ ചായ തന്നെ ഓർഡർ ചെയ്തു. വെയിറ്റർ നമുക്ക് 4 മൈസൂർ ചായ ടേബിളിൽ വെച്ച് തന്നു. നമ്മളതൊന്ന് സിപ്പ് ചെയ്തു. എൻ്റെ പൊന്നോ, എന്തിനു പറയണം, കഴിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു സിപ്പ് ചെയ്ത് നമ്മളതുപോലെ തന്നെ ടേബിളിൽ ഗ്ലാസും വെച്ച് എഴുന്നേറ്റ് ബില്ല് കൊടുക്കാൻ നേരത്ത് പറഞ്ഞു, ചായ ഭയങ്കര കയ്പ്പാണല്ലോ. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത്, മൈസൂർ ചായ ഇങ്ങനെ തന്നെയല്ലേ, കയ്പ്പല്ലേ. അപ്പോൾ നമ്മൾ പരസ്പരം ഒന്ന് നോക്കിയിട്ട് ചിരിച്ചു എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ മൈസൂരാരാണെന്നും മൈസൂർ ചായയെക്കുറിച്ച് നമുക്ക് അറിയാമെന്നും അവർക്കറിയില്ല. മൈസൂർ ചായയെക്കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് ആധികാരികമായിട്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഞാൻ അതിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അന്ന് തോന്നിയതാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന്. ഇത് ഏകദേശം 2-3 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ശരിയായ രീതിയിൽ മൈസൂർ ചായ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ശരിയായ രീതിയിൽ മൈസൂർ ചായ ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാൽ ഉപയോഗിച്ച് ചായ ഉണ്ടാക്കുന്ന രീതിയാട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം ഇത് നമ്മുടെ ഷോപ്പിൽ ഉണ്ടാക്കുന്ന രീതിയാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടേതായ മാറ്റം ഇതിന് വരുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ തന്നെ മൈസൂർ ചായ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ പാനിലേക്ക് പാൽ ഒഴിക്കുക. 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിക്കാം. ചിലരൊക്കെ ഇതിൽ കൂടുതൽ ഒഴിക്കാറുണ്ട്. വീട്ടിലേക്കാണെങ്കിൽ കൂടുതലോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ 1/2 ലിറ്ററിൽ കൂടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിവിടെ ഒഴിക്കാറുള്ളത് 1 ലിറ്റർ പാലിന് 3/4 ലിറ്റർ വെള്ളം എന്നുള്ള നിലയിലാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ആവശ്യമായ വെള്ളം ഞാൻ ഒഴിച്ചിരിക്കുകയാണ്. ശേഷം പാല് നന്നായിട്ട് തിളപ്പിക്കണം. പാലും വെള്ളവും ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് 3 സ്പൂൺ ചായപ്പൊടി ചേർക്കുക, അഥവാ തേയില ചേർക്കുക. സാധാരണ ഒരു നോർമൽ സ്പൂണാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒരു 3 സ്പൂണ് തേയില അഥവാ ചായപ്പൊടി ഇടുക. പാല് തിളച്ചതിന് ശേഷമാണ് ചായപ്പൊടി ഇടേണ്ടത്. സ്ട്രോങ് കുറച്ച് കുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളവിനനുസരിച്ച് കുറച്ച് കുറക്കാവുന്നതാണ്. ഇവിടെ സാധാരണ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 സ്പൂണ് തേയിലിടുക. അതൊന്ന് തിളച്ചതിന് ശേഷം 3 സ്പൂണ് പഞ്ചസാരയും ഇടുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പഞ്ചസാരയുടെ അളവിൽ. എന്തായാലും തേയിലയിലും പാലിലും വെള്ളത്തിലും അധികം മാറ്റം വരുത്താതിരിക്കുക, എങ്കിലേ ഒരു മൈസൂർ ചായയുടെ ടേസ്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതും നന്നായിട്ട് തിളപ്പിക്കുക. പഞ്ചസാരയും ചായപ്പൊടി ഇട്ടതിന് ശേഷം 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ട് ചായ തിളപ്പിക്കണം. ഓവറായിട്ട് തിളപ്പിക്കാനും പാടില്ല, അതേസമയം വളരെ ചുരുങ്ങിയ സമയം തിളപ്പിക്കാനും പാടില്ല. ഏകദേശം 2 മുതൽ 3 മിനിറ്റ് വരെ നല്ല രീതിയിൽ ചായ തിളപ്പിക്കണം. എങ്കിലാണ് ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. മൈസൂർ ചായ ഉണ്ടാക്കാൻ ഇത്ര മാത്രമേ ഉള്ളൂ പണി. നിങ്ങൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി ഏതാണോ അതിന് മുകളിലും
വ്യത്യാസമുണ്ടാവും ടേസ്റ്റിന്. കാരണം ചില ചായപ്പൊടിക്ക് സ്ട്രോങ് കൂടുതലും അതുപോലെ കയ്പും കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ചായപ്പൊടി ഉപയോഗിച്ചതാവാം മൈസൂർ ചായ എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്ക് കഴിക്കുന്ന ചായ തന്നത്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് സ്പെഷ്യലായിട്ട് ലഭിക്കുന്ന ആസാം ചായപ്പൊടിയാണ്. ആ ചായപ്പൊടി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബൾക്കായിട്ട് ഓർഡർ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് എത്തിക്കാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് മൈസൂർ ചായ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എന്തായാലും മൈസൂർ ചായ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.